ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്നൊരു ദൂരെ യാത്ര പോവുകയാണേ. യാത്ര പോകുന്നത് ട്രെയിനിലായതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കാറിലാണ് കേട്ടോ പോയത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം 11 മണിയായിട്ടുണ്ടായിന്. വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും നല്ലൊരു മഴ പെയ്തേ. മഴയെല്ലാം പോയി കഴിഞ്ഞ് നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി. നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇവരൊക്കെയാണ് നമ്മളെ കൂടെ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 11:45 കേട്ടോ. ഈ പോകുന്ന ട്രെയിൻ ഏതാണെന്ന് മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ റെയിൽവേ സ്റ്റേഷനിൽ പൊതുവേ യാത്രക്കാർ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ അടുത്തേക്ക് വന്നത്. നമ്മൾക്ക് പോകേണ്ട ട്രെയിൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറേ നേരമായി നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു. ഇരുന്ന് മടുത്തപ്പോൾ കുറേ നേരം കഥയും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് പോകേണ്ട ട്രെയിൻ അങ്ങനെ മെല്ലെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രെയിൻ നിർത്തിയപ്പോൾ നമ്മളെല്ലാവരും വേഗം ട്രെയിനിൽ പാഞ്ഞു കയറി. അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. ഇരിക്കാൻ സീറ്റില്ലെങ്കിൽ എന്താ, ഇല്ല സ്ഥലത്ത് ഇരിക്കാമെന്ന് പറഞ്ഞ് ഇവരും കൂടി അങ്ങിരുന്നു. ലോക്കൽ കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ആൾക്കാർ നിറഞ്ഞു കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനും ഒരു സൈഡ് സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇനി വരുന്ന യാത്രക്കാരൊക്കെ എവിടെ നിൽക്കൽ അല്ലേ. അങ്ങനെ നമ്മളെ യാത്ര ഒറ്റപ്പാലത്തേക്ക് എത്തിയിട്ടുണ്ടേ. സമയം ഏകദേശം 4 മണിയാകുമ്പോഴേക്കും ഞാൻ കുറച്ച് ഉറങ്ങി. അങ്ങനെ ഒരു ഉറക്കലും കഴിഞ്ഞ് എണ്ണിക്കുമ്പോഴേക്കും നമ്മൾ പൊടന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിനെ. ഏകദേശം ഒരു 7:20 ആകുമ്പോഴേക്കും നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തിയിട്ടുണ്ടായിന്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിട്ട. എന്നാലും നമ്മൾ പോകുന്നവരുടെ പുറകെ വെച്ച് പിടിച്ചു. സമയം ഏകദേശം 7:30 ആയിട്ടുണ്ടേ. മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും മുകളിലൂടെയാണ് പാസേജ് കണ്ടിട്ടുള്ളത്. എന്നാൽ ആദ്യമായിട്ടാണ് അണ്ടർഗ്രൗണ്ട് പാസേജ് കാണുന്നത് കേട്ടോ. ഒന്നും മനസ്സിലാകാതെ എവിടെയെങ്കിലും എത്തട്ടെ എന്ന് പറഞ്ഞ് പോന്ന പോക്കാണ്. നടന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ കുറച്ചു നേരം എസ്കലേറ്ററിൽ കയറി. ഒടുവിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടൽ തപ്പി കുറേ നടന്നു. ഈ കാണുന്നതാണ് കോയമ്പത്തൂർ ജംഗ്ഷനിലെ മെയിൻ ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ അടുത്തുള്ള ചെറിയൊരു ഹോട്ടലിൽ നമ്മൾ അങ്ങനെ പൂരിയും ബജിക്കറിയും കഴിച്ചു. ചായ കുടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. അതിനിടയിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടത്. മൈതാനം പോലുള്ള സ്ഥലത്ത് കുട പോലെ നിൽക്കുന്ന ഈ മരം കാണാൻ എന്ത് ഭംഗിയാണല്ലേ. പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ് കേട്ടത്. ഇതിലെയുള്ള മിക്ക വഴികളിലും ഇതുപോലെ വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്നിട്ട് ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ടേ. ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ഡിസ്പ്ലേ എല്ലാം വെച്ചിട്ടുണ്ട്. ഈ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന വയറുകളും സ്വിച്ചുകളും വന്നിട്ട് ഈ കാണുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് നിങ്ങൾ വയറുകളോ സ്വിച്ചുകളോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടുന്ന് ഇങ്ങനെ സ്വിച്ചിൻ്റെ വയറിൻ്റെ എല്ലാം കൊട്ടേഷനാക്കി നമ്മൾ പോയത് അടുത്ത കടയിലേക്കാണ്. ഇത് ആ ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോഴേക്കും സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ടായിന്. ഈ കാണുന്നതാണ് ഈ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന വയറുകൾ. ഈ ഷോപ്പിൽ വന്നിട്ട് വയറിനെ കുറിച്ചെല്ലാം സംസാരിച്ചിട്ടാകുമ്പോൾ അവർ ഇതുപോലെ തീപ്പെട്ടി കൊണ്ട് വയറെല്ലാം കത്തിച്ച് കാണിച്ചിന്. ആദ്യത്തെ സാധനത്തിൻ്റെ കൊട്ടേഷൻ എടുത്ത് കഴിയുമ്പോഴേക്കും നന്നായി വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയേ. അങ്ങനെ നമ്മൾ ഉച്ചക്കൊരു ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ പോയത് ആദ്യത്തെ കടയിലേക്കാണ്. നമ്മൾ വീണ്ടും ഈ കടയിലേക്ക് വന്നത് ഇവിടുത്തെ സാധനങ്ങൾക്ക് കുറച്ച് റേറ്റ് കുറവും അതുപോലെ നല്ല സാധനമായത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ സാധനമെല്ലാം ഏകദേശം എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രേക്കറെല്ലാം പൊളിക്കാവും സ്വിച്ച് ഗോൾഡ് മോസിക് എന്ന കമ്പനിയും പ്ലേറ്റ് ഗോൾഡ് ടെക്സ് എന്ന കമ്പനിയാണ്. നമ്മളിവിടുന്ന് എടുത്തിട്ടില്ല വയറാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടുന്ന് എടുക്കുന്ന LED ലൈറ്റുകളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. എല്ലാവരും കൂടി അങ്ങനെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അങ്ങനെ നമ്മളെ സാധനങ്ങളെല്ലാം ഏകദേശം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഷോപ്പിൻ്റെ വക ഒരു ഗിഫ്റ്റെല്ലാം വാങ്ങിയിട്ട് നമ്മളങ്ങനെ നടന്നിറങ്ങി. ഇവിടുത്തെ റോഡിലെല്ലാം വണ്ടികളുടെ തിരക്ക് കാരണം നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം. പോകുന്ന വഴിയിൽ ഇതുപോലെ കുറേ ഇലക്ട്രിക്കൽ ഷോപ്പെല്ലാം കാണാൻ പറ്റും. ഇതുപോലെ അങ്ങോളം നീണ്ടു കിടക്കുന്നുണ്ടേ. റെയിൽവേ സ്റ്റേഷനിലേക്കല്ലേ വഴി അറിയാത്തതുകൊണ്ട് നമ്മൾ ചോദിച്ച് പോവുകയാണ്. കോയമ്പത്തൂരിലെ മെയിൻ സർക്കിളെല്ലാം കഴിഞ്ഞ് കുറച്ച് മുമ്പിട്ടെത്തുമ്പോൾ ഒരു കാഴ്ച കണ്ടേ. ഈ കാണുന്നത് ആരാന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നടന്ന് അവസാനം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴോ നമ്മൾക്ക് പോകേണ്ട ട്രെയിൻ 9:30 ആകും പോലും. നമ്മുടെ ദേശീയ പതാക വാനിൽ വരുന്ന പറക്കുന്നതെല്ലാം നോക്കിക്കൊണ്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു. ഇതാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശം. അപ്പോൾ നമുക്ക് പോകേണ്ട സമയമായിട്ടുണ്ടേ. ടിക്കറ്റും സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ നേരെ എസ്കലേറ്ററിൽ കയറി. ഇതിൽ ആദ്യമായിട്ട് കയറിയവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മളെ വണ്ടി അങ്ങനെ എത്തിയിട്ടുണ്ട്. വണ്ടി എത്തിയപ്പോഴേക്കും യാത്രക്കാരുടെ നല്ല തിരക്കായിട്ടുണ്ടായിന്. ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടെങ്കിലും നമ്മളങ്ങനെ ഒരു സൈഡ് നിന്നിട്ടുണ്ട്. കോയമ്പത്തൂരിനോട് ബൈ പറഞ്ഞ് വണ്ടി അങ്ങനെ മെല്ലെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. കുറേ നേരം നിന്നതിൻ്റെ ക്ഷീണം എല്ലാവരും മുഖത്തുണ്ടേ. ഈ കാണുന്ന അതിമനോഹരമായ കാഴ്ച കുറേ നേരം കാത്തിരുന്ന് കണ്ടതാണ് കേട്ടോ. പലർക്കും യാത്രകൾക്കിടയിൽ ചില സുഹൃത്തുക്കളെ കിട്ടാറുണ്ടല്ലേ. അങ്ങനെ ഈ യാത്രകൾക്കിടയിൽ എനിക്ക് കിട്ടിയ സുഹൃത്താണ് കേട്ടോ ഈ കറുപ്പ് ഷർട്ടിട്ട ആൾ. ഒറ്റപ്പാലം എത്തിയപ്പോഴേക്കും ആളങ്ങനെ ഇറങ്ങി. അത് കഴിഞ്ഞ് കുറേ നേരം ഞാനങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നു. അങ്ങനെ ഏകദേശം 3:30 ആകുമ്പോഴേക്കും നമ്മൾ നീലേശ്വരം എത്തിയിട്ടുണ്ടേ. ഈ ഒരു യാത്രയും കൊണ്ട് നമുക്ക് നഷ്ടമായത് 2 ദിവസത്തെ ഉറക്കാണ് കേട്ടോ. നമ്മൾ വന്ന ട്രെയിൻ അങ്ങനെ നീലേശ്വരം സ്റ്റേഷനും വിട്ട് അങ്ങ് പോയി. അപ്പോഴേക്കും നല്ലൊരു മഴ പെയ്ത്. അങ്ങനെ ഒരു ചായ കുടിക്കലോ എന്ന് വിചാരിച്ച് അടുത്തൊരു ക്യാൻറ്റീനിലേക്ക് പോയതാണ്. ഈ സ്റ്റേഷനിൽ 24 മണിക്കൂറും തുറന്നു നടക്കുന്ന ഒരു ക്യാൻറ്റീനാണ് കേട്ടോ ഇത്.
ചായ കുടിയെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇത്രയല്ലേ കേട്ടോ നമ്മളെ കോയമ്പത്തൂർ യാത്രാ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.